വെൽക്കം ടു 1985 വി5. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് ഗൗരവമേറിയ ഒരു വിഷയം യുവതലമുറയ്ക്കും പുതുതലമുറയ്ക്കും കൂടെ തന്നെ സീനിയർ സിറ്റിസൺസിനും ഞങ്ങളുടെ വ്യൂ പങ്കുവയ്ക്കട്ടെ. പ്ലീസ് വാച്ച് ടിൽ എൻഡ്. വെൽക്കം ടു ഓൾ ദി വ്യൂവേഴ്സ് ഓഫ് അവർ ചാനൽ. താങ്ക് യു. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് ആണല്ലോ എല്ലാവരും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം വരും, യുദ്ധം കടുപ്പം വരും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഏതായാലും ടെമ്പററി ആയിട്ടാണെങ്കിലും ഒരു സീസ് ഫയർ അല്ലെങ്കിൽ ഒരു നിർത്തിവെക്കൽ ഉണ്ടായത് വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥ തന്നെയാണ്, അല്ലേ? തീർച്ചയായും പീസ്ഫുൾ ആയ രാജ്യം, അതല്ലേ എല്ലാ ജനങ്ങളുടെയും ആവശ്യം. യുദ്ധം എന്തായാലും നല്ല കാര്യമല്ല, പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ളത് ഒരാവശ്യം തന്നെയല്ലേ. വീക്ക്നെസ് ഒരിക്കലും ഒരു രാജ്യത്തിന് അഡ്വാൻറ്റേജ് അല്ല. ഒരു ശക്തിയുള്ള രാജ്യത്തിൻ്റെതാണ് യഥാർത്ഥമായ സമാധാനം. യുദ്ധം ഏതായാലും ഒരു ടെമ്പററിയായ സീസ് ഫയറിൽ എത്തി നിൽക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ ആശ്വാസകരമായ ഒരവസ്ഥ തന്നെയാണ്. എല്ലാവർക്കും വളരെയധികം സമാധാനം തരുന്നുമുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്കും സിവിലിയൻസിനും വേണ്ടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. രാജ്യത്തിന് മാത്രമല്ലല്ലോ, രാജ്യത്തിന് സംഘർഷാവസ്ഥയുണ്ട്. കൂടെ ഓരോ വ്യക്തികൾക്കും കുടുംബജീവിതങ്ങള് ഇങ്ങനെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ്. അല്ലെങ്കിൽ കുടുംബജീവിതങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മളുടെ യുവാക്കളുടെ കുടുംബജീവിതങ്ങളില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ ന്യൂസ് കാണിക്കുന്നത്. യുവതലമുറയുടെ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ ഓരോ ദിവസവും ദിനംതോറും എന്ന പോലെ നമ്മൾ പല പല ന്യൂസാണ് കാണുന്നത്. ഒട്ടും സന്തോഷകരമായ ന്യൂസുകളല്ല അതൊന്നും. ഈ അടുത്ത് തന്നെ നമ്മൾ ഒരു ന്യൂസ് കണ്ടില്ലേ, മൊബൈലിലാണ് കണ്ടത്. അതെന്തായിരുന്നു? അത് കുവൈറ്റിലെ ദമ്പതികള് അതെ പരസ്പരം കുത്തി മരിച്ചു എന്ന് ആദ്യം കരുതി. പക്ഷേ കുത്തിയത് ഭർത്താവ് തന്നെയാണ്. സ്വയം കുത്തിയ ആൾ ആദ്യം ഭാര്യയെ കുത്തി കൊന്നു, പിന്നെ സ്വയം കുത്തി എന്നുള്ളതാണ്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു, അല്ലേ? വളരെ ഫിനാൻഷ്യലായിട്ടൊക്കെ വളരെ സൗണ്ടാണ് അവര്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് കുറഞ്ഞുള്ളവർക്ക് തോന്നുന്നത്. ഇവരൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തായിരിക്കും ഇവരൊക്കെ ഇത്രയധികം വിഷമിപ്പിക്കുന്ന കാര്യം? പണ്ടൊക്കെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു വളരെയധികമായിട്ട് എല്ലാവരെയും അലട്ടിയിരുന്നത്. പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട് കാര്യങ്ങൾ. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും നല്ല ശമ്പളം ഉണ്ട്, നല്ല സാലറി ആണ്, നല്ല പാക്കേജ് ആണ്, എല്ലാവരും നല്ല ജീവിതമുണ്ട്, പിന്നെ കുറെ വായിച്ചറിവുണ്ട്, അല്ലാതെ സോഷ്യൽ ലൈഫ് എല്ലാം കാണുന്നുണ്ട്. എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ഫെസിലിറ്റീസ് ആണെങ്കിലും വളരെയധികം കൂടിയിട്ടേ ഉള്ളൂ, ഒന്നും കുറഞ്ഞിട്ടില്ല. കൂടുതൽ ഓവറായി എന്ന് വേണമെങ്കിൽ പറയാം. വിവാഹിതരായവർക്ക് മാത്രമല്ല, വിവാഹ ജീവിതത്തിൽ മാത്രമല്ല പ്രശ്നം. ഇപ്പൊ അടുത്ത് തിരുവനന്തപുരത്ത് നടന്ന കുട്ടി വിവാഹിതയല്ലല്ലോ. അതിന് മുൻപ് തന്നെ ജിൻസിമോളുടെ കാര്യമാണോ പറയുന്നത്? ആനിമോളുടെ കാര്യമാണോ പറയുന്നത്? അതെ. എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ആനിമോൾക്ക് എന്താ സംഭവിച്ചത്? ഫ്രണ്ട് കൊണ്ടുപോയ ആളാണ് അയാളെ ആണ് ഇപ്പൊ കൊന്നത്. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ദിവസം പ്രതി. അല്ലെങ്കിൽ ഇത് ന്യൂസ് വായിക്കുമ്പോഴും നോക്കുമ്പോഴും എന്താണ് ഒന്നോ രണ്ടും നെഗറ്റീവ് ന്യൂസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതാണെങ്കിൽ പ്രൊപ്പഗാൻഡ പോലെ ഇങ്ങനെ വല്ലാണ്ട് രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലും കുഴച്ച് കാണിക്കുന്നു. മീഡിയക്ക് അതാണ് കൂടുതൽ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മീഡിയ അത് കൂടുതൽ കാണിക്കുന്നുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസ നിലവാരം കൂടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? എന്താണ് അത്? അവരുടെ ഒരു സൗകര്യങ്ങളൊക്കെ കൂടി, ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ. റീസൺ എന്തായിരിക്കും? കമ്പാരിസൺ ആയിരിക്കുമോ? മനുഷ്യന് ആർത്തി കൂടുന്നത് കൊണ്ടായിരിക്കുന്നു. ആർത്തി ഒരു വലിയ കാര്യം തന്നെയാണ്. എനിക്കിപ്പോ ഒരു പഴയ കഥയാണ് ഓർമ്മ വരുന്നത്. കഥയാണ്, ഒരാൾക്കൊരു വരം കിട്ടി, രാവിലെ എവിടുന്ന് തുടങ്ങി തിരിച്ച് അതേ സ്ഥലത്ത് എത്തുന്നവരെ, രാവിലെ തൊട്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ദൂരം നടന്ന് തിരിച്ചു വരുന്നു, ആ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
സമ്പത്ത് ധാരാളം ഉണ്ടാക്കണം എന്നുള്ള അത്യാഗ്രഹത്തിന്റെ മേൽ വളരെ സ്പീഡിൽ ഓടുകയും യാതൊരു വിശ്രമമില്ലാതെ നടക്കുകയും ചെയ്തു. തുടങ്ങിയ സ്ഥലത്ത് സമയത്തിന് മുമ്പ് തിരിച്ചെത്തിയെങ്കിലും വളരെ ക്ഷീണിച്ച് വീണുപോയി. ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു. എത്ര ഹാർഡ് വർക്കും എത്ര ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ കഥയിൽ തന്നെ അടുത്ത വ്യക്തി എന്താ ചെയ്തത്? അവർ വളരെ പ്ലാൻഡ് ആയിട്ട് കാൽക്കുലേഷനോട് കൂടി മൂവ് ചെയ്തു. ഉച്ച വരെ ഒരു സ്ഥലം വരെ ഓടിയെത്തി. അതിനുശേഷം തിരിച്ചു വന്ന് പറഞ്ഞ സമയത്തിന് മുമ്പായിട്ട് ഫിനിഷ് ചെയ്തു. അവർക്ക് ക്ഷീണമുണ്ടെങ്കിലും ആ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ കിട്ടി, സമ്പത്ത് കിട്ടുകയും ചെയ്തു. ആദ്യത്തെ ആൾ കൂടുതൽ ആഗ്രഹത്തോടെ ദുരാഗ്രഹത്തോടെ ഓടിയത് കൊണ്ട് ശ്രമത്തിന്റെ ഫലം കിട്ടിയില്ല. അടുത്ത ആൾക്ക് അതിന്റെ ഫലം നിശ്ചയമായും കിട്ടി. ഇതിൽ നിന്നൊക്കെ നമ്മൾ വളരെയധികം മോറൽ എടുക്കേണ്ടതാണ്. കഥയാണെന്ന് വെച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലങ്ങളിൽ നടക്കുന്നത്. ഈ കഥയിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രയും കാരണം ദുരാഗ്രഹമുള്ളവരാണ് ഇപ്പൊ കൂടി വരുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലോ ദുരാഗ്രഹം കൂടി വരുന്നത്. എത്ര അവര് അറിയുന്നില്ല അവരുടെ ആരോഗ്യം പോകുന്നത്, അവരുടെ മറ്റു ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്, അവരുടെ വാല്യൂസ് ചോർന്നു പോകുന്നത് ഒന്നും അവർ അറിയുന്നില്ല. അവർ ഓട്ടത്തിലാണ്. മാറി പിടിക്കാനുള്ള ഓട്ടമായിരിക്കും അല്ലേ? അതെ, വായി പിടിക്കാനുള്ള മാത്രമല്ല, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അവർക്ക്. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടം. പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എന്താണെന്ന് അറിയാത്ത ആഗ്രഹവും ഓട്ടം. മറ്റുള്ളവരുമായി ജീവിതം കമ്പയർ ചെയ്ത് കുറച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. മത്സരബുദ്ധി കൊണ്ടുമായിരിക്കും. മത്സരബുദ്ധി കൂടുതലാണ്. കാരണം അങ്ങനെയാണ് മനസ്സിലാവുന്നത്. മത്സരം അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കോമ്പറ്റീഷൻ എപ്പോഴും എല്ലാവർക്കും ഗുണകരമായിരിക്കും. പക്ഷെ അതിന്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചു കൊണ്ടുള്ള മത്സര ഓട്ടം അത്ര ആരോഗ്യകരമല്ല. ഞാൻ മാത്രം, എനിക്ക് മാത്രം, ആഗ്രഹമായി മാറാം. അതെ, വളരെ സെൽഫ് സെന്റേർഡ് ആണ്. അതൊരു വളരെ എന്താ പറയാ, എനിക്ക് എന്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് നൽകേണ്ടത്. അതാണ്. അതിനിപ്പം വൈഫായാലും കുട്ടികളായാലും ഒക്കെ അതിന് ബാരിയറാണ് അവർക്ക്. അതൊക്കെ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളായിട്ടാണ് വരുന്നത്. കാരണം തടസ്സങ്ങളാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു സെൽഫ് ലവ് പ്രൊമോഷനാണ്. അതെ, ഇത് ഇപ്പൊ പറഞ്ഞ കഥ തന്നെ നമ്മൾ ചെറുതാകുമ്പോൾ ഇങ്ങനെയുള്ള മോറലുള്ള സ്റ്റോറീസ് ഒരുപാട് കേട്ടിട്ടാണ് വായിച്ചിട്ടും ആണ് വളർന്നത്. അത് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ഇങ്ങനത്തെ കഥകൾ കുട്ടികൾക്ക് ഇനി പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ കാർട്ടൂൺസ് കാണാനല്ലേ, സ്റ്റോറീസ് കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. നമ്മൾ പറയണം, നമ്മൾക്കൊന്നും വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് അമ്മമാരൊക്കെ പറഞ്ഞു തന്ന പോലത്തെ ഒരു അറിവില്ല. അതേ ഒരു അതുകൊണ്ട് മാത്രമല്ല നമ്മൾ കേട്ടു വളർന്ന കഥകളാണ്. പറഞ്ഞു കൊടുക്കാനുള്ള ക്ഷമയും കേൾക്കാനുള്ള ക്ഷമയും അത് ഗ്രഹിക്കാനുള്ള ഇതും ആഗ്രഹവും കൂടെ വേണം. ഗ്രാൻഡ് പാരന്റ്സിന് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. അവർക്കാണല്ലോ സമയം ഉണ്ടാവുക. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ എപ്പോഴും ഇല്ലോ. ഗ്രാൻഡ് പാരന്റ്സ് ആയാലും എല്ലാവരും ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ. നേരമില്ല. അച്ഛനും അമ്മയ്ക്കും നേരമില്ല. നേരമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ ഹോബീസ് ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ നമ്മള് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ പിന്നെ അതും വർക്ക് തന്നെ. അപ്പൊ അവർക്ക് കുട്ടികളുടെ കാര്യത്തിലൊന്നും നമ്മൾ വിചാരിച്ചു വർക്ക് ഫ്രം ഹോം അവര് വീട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ. അതല്ല, അവർ ഫുൾ ടൈം കൂടുതലും ഓഫീസിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് എൻഗേജ് ആവും അവിടെ. അതെ, പുറത്ത് ജോലി ചെയ്യുമ്പോൾ സമയത്തിനൊരു നിശ്ചിത സമയത്ത് ചെല്ലാം, നിശ്ചിത സമയത്ത് മുമ്പിൽ പോവാം. വീട്ടിൽ വെച്ച് ജോലി ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു പരിധിയില്ല. സമയത്തിനൊരു അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കാം എന്നുള്ളതാണ് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങണം. ഈ ഒരു പ്രായത്തിലുള്ളവർ അങ്ങനെ എന്തൊക്കെയാ കേൾക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ലൈഫ്. നമ്മള് കുട്ടികളെയൊക്കെ കൂടുതൽ വായനയിലേക്കൊക്കെ തിരിച്ചുവിടുകയാണെങ്കിൽ തിരിച്ചു വിടുന്ന സമയത്ത് ഇപ്പോഴും ആയിരിക്കും. വായന ഇപ്പോൾ വളരെയധികം കുറവല്ലേ, വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പാർട്ട്നേഴ്സ് തമ്മിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മടി കാരണമാവാം അല്ലേ. ഫാമിലി എപ്പോഴും അവരുടെ
ഇൻഡിവിജ്വലായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ്, ഒരു ബാരിയറാണ് എന്നൊക്കെ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം, അതൊരു കാരണമാണ്. പിന്നെ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. അതുണ്ടാവുമ്പം അത് സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഇപ്പോൾ കുറവാണെന്ന് തോന്നണം. പിന്നെ മുതിർന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളത് ഇല്ല ഇപ്പം. അങ്ങനെയൊരു ശീലമില്ല. അവരുടെ ഇടയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോവാണ്. നമ്മുടെ പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. പിന്നെ വന്നിട്ട് നമ്മളിത് മെൻ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാനാണ് ആണുങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരും ഉണ്ടാവും. ചെറുപ്പത്തിലേ അത് പിടിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെയും കല്യാണം കഴിക്കും, കുട്ടികളെ ഉണ്ടാക്കും. പിന്നെയാണ് അവർ അതിനെ പറ്റിയിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ എമ്പതി ഇല്ലാണ്ട് വളർന്നിട്ട്, അത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറുതിലേ നമ്മളുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എത്ര എമ്പതി അവരിൽ വളർന്നിട്ടുണ്ടോ, എമ്പതി ഉണ്ടോ അവർക്ക്, അല്ലെങ്കിൽ അവർ കമ്പാഷനേറ്റ് ആണോ എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വളർത്തിയെടുക്കുന്ന കുട്ടികൾ എന്തായാലും അതിൻ്റെതായ മികവ് കാണിക്കും ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പം. പാർട്ട്ണർക്ക് അതുകൊണ്ട് പിന്നെ ആശ്വാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഫാമിലിയിൽ കൂടുതൽ ഇങ്ങനെ കൊലപാതകങ്ങൾ വരുന്നത്. പാർട്ട്ണറെ കുത്തിക്കൊല്ലുന്നതും പെട്ടെന്ന് ഇല്ലാതാക്കുകയാണ്. അതൊരു ബാരിയറാണ്, അല്ലെങ്കിൽ അത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലല്ലോ അതിൻ്റെ വഴി. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ യങ് ജനറേഷൻ ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരായ ഞങ്ങൾക്ക്. പല സംഘടനകളും റിലീജിയസ് ഗ്രൂപ്പ്സും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനും യുവതലമുറയെ രക്ഷിക്കാനും അവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ഫ്രീ കൗൺസിലിംഗ് കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളും ഉണ്ടല്ലോ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചെറുതിലേ ശീലിക്കേണ്ട കാര്യങ്ങളാണല്ലോ. നമ്മൾ ചെറുതായിട്ടാണല്ലോ വലുതാവുന്നത്. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ എല്ലാവരും പറയുന്നു ഡ്രഗ്സിന്റെ ഉപയോഗമാണ്, അല്ലെങ്കിൽ ഓവർ എക്സ്പോഷറാണ് വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണുന്നതുകൊണ്ടാണ്. അതൊക്കെ ശരിയാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്കൂൾ ലെവലിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതാണ് നല്ല വ്യക്തിബന്ധങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് ശീലിപ്പിക്കുക. ആരോഗ്യപരമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ചെറുതിലേ സാധിച്ചാൽ, ചെറുതിലേ എന്നല്ല, സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ ആയിട്ട് ഒരു 30s വരെ നമുക്ക് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് നമ്മളുടെ ആയുസ് വരെ കൂട്ടും, അല്ലെങ്കിൽ ആയുസ്സിന് ബലം കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അങ്ങനെ ഞാൻ വായിച്ചു. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? കുട്ടികളിൽ നമ്മൾ സ്കൂളിലായാലും വീട്ടിൽ നിന്നായാലും നല്ല റിലേഷൻസ്, നല്ല സോഷ്യലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അതുമാതിരി നമ്മളൊക്കെ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഡിജിറ്റൽ റെവല്യൂഷൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മളിലൊക്കെ കാണുന്നുണ്ട്. നമ്മളൊക്കെ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട്. അപ്പം അതിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പം നമുക്ക് ആദ്യം സാധിക്കുമായിരുന്നില്ല, ഒരു ബട്ടൺ അമർത്തിയാൽ നമുക്കിപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്, നമുക്ക് പല ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. മറ്റുള്ളവരെയൊന്നും സഹായം ഇല്ലാണ്ട് പല കാര്യങ്ങളും നടക്കുക. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ഭാഗമാണ് ഈ സെൽഫ് സെൻറ്റേർഡ് ആവുക എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ സെൽഫ് സെൻറ്റേർഡ് ആവുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് ഈ ഛേദമില്ലാത്ത ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ ശീലിപ്പിക്കാം.
മറ്റു കുട്ടികൾക്ക്, പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികൾക്ക് നീ പറഞ്ഞു കൊടുക്ക്. അത് അവരെ കൊണ്ട് ചെയ്യിക്കാം, അത് ശീലിപ്പിക്കാം. അത് ടൈമും എനർജിയൊക്കെ കുറച്ച് അങ്ങനെ ഉപയോഗിക്കട്ടെ. അതൊരു സാക്രിഫൈസ് ആയിട്ട് മാറും. അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമ്പോഴും ചെറിയ ചെറിയ സാക്രിഫൈസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെല്ലാം നമ്മളിപ്പം പഠിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങളായി. പണ്ടൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം ശീലിപ്പിക്കേണ്ടി വരുന്നത്. പിന്നെ സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം, എങ്ങനെ പൊളൈറ്റായിട്ട് പെരുമാറാം, എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, ഇതെല്ലാം സ്കൂൾ ലെവലിലും പഠിപ്പിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം 60s ഒക്കെ ഉള്ളവരൊക്കെ വളരെ ഹെൽത്തിയാണ് അല്ലേ? അവർക്ക് കൂടുതലായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ ഈ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത തലമുറയുടെ, നമ്മുടെ സ്വന്തം വീട്ടിലല്ല, നമ്മുടെ സൊസൈറ്റിയിൽ മെൻറ്റേഴ്സ് ആവാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മെൻറ്റേഴ്സ് ആവാൻ നമ്മൾ ശ്രമിക്കുക. അവർക്ക് വേണ്ട ഉപദേശങ്ങളും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മളുടെ എക്സ്പീരിയൻസ് അവർക്ക് ഉപകാരപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ തന്നെ ഒരു മോഡലാവുക. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷനും നിയമങ്ങളൊക്കെ നമ്മൾ പരിപാലിക്കുന്നുണ്ട്, നമ്മളത് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കൊരു മോഡലായിട്ട് മാറും. പിന്നെ നമ്മൾ അവരായിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പം പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അവർ തുറന്ന് പറയാൻ തുടങ്ങും. പിന്നെ എവിടെയെങ്കിലും മറ്റ് പീഡനങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മളത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അറിഞ്ഞിരിക്കണം മറ്റുള്ളവരും. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് നമുക്കും കിട്ടും, അത് സൊസൈറ്റിക്കും ഉപകാരപ്പെടും അല്ലേ? നമ്മുടെ ഇത്രയും കാലത്ത് നമ്മൾ ജീവിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് ബോധവൽക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എന്നാലും നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങളോ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളോ അവർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ആരും. അതൊക്കെ നമ്മൾ യങ്സ്റ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ, അവർ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അതവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക. അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ സീനിയർ സിറ്റിസൺ വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മളുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെയുള്ള. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചിട്ട് എന്താ കാര്യം? അതെ അതെ, ജീവിതത്തില് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മള് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. യെസ്, ഷുവർ. Dear viewers, thank you very much for watching our videos till end. Your support and feedback is greatly appreciated. Once again, thank you for watching our videos. Thank you all.